ഹലോ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് കേട്ടത്. അഡ്മിറ്റ് ആയിട്ടാണ്. ഇപ്പം ഫ്ലൂയിഡ് ലീക്കിംഗ് ആയിട്ട് വന്നേക്കാണ്. പെട്ടെന്ന് രാത്രി വരേണ്ടി വെളുപ്പിന് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ ഓർണമെൻറ്റ്സ് ഊരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ. പെയിൻ വന്ന് തുടങ്ങിയിട്ടില്ല. മിക്കതും ഉണ്ണി ബ്രീച്ച് പൊസിഷനിലൊക്കെ എടുക്കണം. അതുകൊണ്ട് മിക്കതും ഓപ്പറേഷന് സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഫുൾ ടെൻഷനിലാണ്. എന്നാലും അമ്മച്ചി ഫോൺ എടുത്തിട്ടില്ലേ? അപ്പച്ചന് ഫോൺ എടുക്കുന്നു. ഓ, എൻ്റെ ഫോണപ്പോൾ എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ വെച്ചോളൂ. ആ ചാർജർ എടുത്തിട്ടുണ്ട്. അതിൽ ചാർജ് ചെയ്തോളിട്ടാ. എല്ലാവർക്കും ഫുള്ള് ടെൻഷനായി. എൻ്റെ ദൈവമേ. അപ്പോൾ ദേ ഇത് മരുന്ന് ഇടാനുള്ളതും ഇത് ഞങ്ങൾ ഒരു 1:30 കിടന്നു. അപ്പോൾ കിടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോയത് ഫ്ലൂയിഡ് ലീക്കായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നു. ഉണ്ണി ഉറങ്ങിയവനായിരുന്നു. അവനും ചാടിയിട്ട് അവന് നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. പെട്ടെന്നായിരുന്നു. 1 മാസം കൊണ്ടാണ് അവൾക്ക് ഡേറ്റ്. പിന്നെ ഉണ്ണി തിരിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് തിരിയാൻ വേണ്ടി ഡോക്ടർ കൊണ്ടുവരാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി ഇന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഒന്നിനും വരാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടെന്നായിപ്പോയി. പെയിനൊന്നും തുടങ്ങിയിട്ടില്ല. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ നോർമലാവാൻ വേണ്ടിയിട്ട്. ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് എൻറ്ററാണ്. അപ്പോഴാണ് ഇങ്ങനെ ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അപ്പം തന്നെ സ്റ്റെബി ഉണ്ടായി ഭാഗ്യത്തിന് വീട്ടിൽ. അവൻ കൊണ്ടാക്കിയിട്ട് അവൻ പോയി. അവനിന്ന് എടപ്പള്ളി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടിരുന്നവൻ അവനിന്ന് പോവാം. അത് ക്യാൻസൽ ചെയ്ത് ആശുപത്രി പോയി കാരണം വൈകിയ കാരണം ഇന്ന് പോയില്ലേ. അതുകൊണ്ട് ഇപ്പം അവനുണ്ടായി. അല്ലെങ്കിൽ അവനോട് ഇല്ലെങ്കിൽ എന്തൊരു ചെയ്യാൻ എനിക്കറിയില്ല. എൻ്റെ ദൈവമേ, ഭാഗ്യമുണ്ട്. അമ്മച്ചിക്ക് ടെൻഷനുണ്ടോ? ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഉണ്ണിയുടെ കാര്യം കൂടി ഓർത്തിട്ടാണ്. അത് പാവം ഉറങ്ങുന്നില്ല. അത് ശരി. അവളുടെ കൂടെ എനിക്ക് അവളെ നോക്കി എപ്പോഴും മുന്നോട്ടിരിക്കുന്നത്. പക്ഷെ അവൻ എന്നെ അവിടെ വരെ വലിച്ചു കൊണ്ടുപോയി, നടത്തി കൊണ്ടുപോയി. അങ്ങോട്ട് പോകേണ്ടത് കണ്ടില്ലെങ്കിലും ചെരുപ്പ് കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ അവിടേക്ക് വലിച്ചുകൊണ്ട് പോയി. ഞങ്ങൾക്ക് എടുത്തോണ്ട് വരില്ല. പക്ഷെ മാത്രമേ പിടിച്ചപ്പോ കരച്ചിലുണ്ടായില്ല. പുറത്തായതോടെ നടന്നോളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭയങ്കര അവന്റെ പാലും കുപ്പിയും വെള്ളം ഒന്നും എടുത്തിട്ടില്ല. വെള്ളം കുപ്പി എടുത്തിട്ടുണ്ടോ? ബാക്കി ഫോണെടുത്തില്ലെങ്കിൽ കൊച്ചിൻ്റെ വെള്ളം കുപ്പിക്കായി ഉണ്ണി വന്നുട്ടാ. നോർമലായിരുന്നു. ബോയിന് ബേബി ബോയ്. അവളെ പുറത്തേക്ക് എടുത്തിട്ടില്ല. ആരും വന്നിട്ടുണ്ടായില്ല. എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഒരു പറഞ്ഞോളൂ. ഉണ്ണീനെ കണ്ട? ഉണ്ണീനെ കണ്ട? ഇവനെന്നെ നോക്കണ പോലില്ലല്ലേ. ഇവനെ വേറെ ആരോ ഒന്ന് വിചാരിച്ച് നിക്കണ. രാത്രി കരഞ്ഞ കരഞ്ഞില്ല, അന്വേഷിച്ചില്ല, ഒന്നുമില്ല. കേടുന്നോടത്തുനിന്ന് തിരിഞ്ഞു മറിഞ്ഞു പോലും കിടന്നില്ല. അതേ സിരി കിടക്കണ ഉണ്ണി ശരിയെന്നാ ഇയാള് തക്കുവിന്റെ പ്രസവമൊക്കെ കഴിഞ്ഞ് തക്കു വന്നിട്ടാ റൂമിലേക്ക് മാറ്റിയപ്പ രാത്രി ഫ്ലൂയിഡ് ലീക്കിംഗ് ആയിട്ട് വന്നു. ബ്രീച്ച് പൊസിഷനിലായിരുന്നു ഇന്നലെ കുട്ടി. ഇന്ന് രാവിലെ പൊസിഷനിലേക്ക് ആയി. ഇന്ന് ഉണ്ണി ബുദ്ധിമുട്ടിക്കാണ്ട് തിരിച്ചു വന്ന് പുറത്തേക്ക് വന്നു. വേദനയുണ്ടായി. അതവിടെ തന്നതാ. ഇവിടെ വിരിച്ചിട്ട് കിടക്കാൻ അമ്മയ്ക്കാൻ പറ്റിയ ഇട്ടോ. അങ്ങനെ ഹലോ. വേദന അങ്ങനെ പെട്ടെന്നൊരു വേദന വന്ന് പെട്ടെന്ന് പ്രസവം. പക്ഷെ പ്ലാസന്റ് കിട്ടാൻ പാടായിരുന്നു. അപ്പത്തിന് തീരില്ല. ഇപ്പോഴവൻ നേരത്തെ കുഴപ്പമുണ്ടായില്ല. അവന് എന്നെ എടുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോ
ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അവളെ പുറത്തേക്ക് കാണിച്ചപ്പോ ആദംകുട്ടനെ കാണിച്ചപ്പോ അവള് കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ അവൻ അമ്മേനെ കണ്ടപ്പോ വാശിയെടുക്കണ്ട്. വീഡിയോ കോൾ വിളിക്കാൻ കട്ടാക്കട്ടെ അവിടെ ആദഭാവം ഒരു ഒളിച്ചിന് ഇപ്പൊ അമ്മേനെ കണ്ടപ്പോ ഇത്ര നേരം അവന് കുഴപ്പമുണ്ടായില്ലേ. ഇപ്പൊ അമ്മേനെ കണ്ടപ്പോ അയ്യോ അയ്യോ അവിടെ പൊന്നു വന്നേടി. അമ്മച്ചിന്റെ ഇനി എല്ലാവരോടും ഉണ്ട്. അമ്മച്ചിക്ക് എങ്ങനെ ഉണ്ടായി? ആ പുറത്താരും ഉണ്ടായില്ലല്ലേ? വിളിക്കുമ്പോ എന്നോട് അവര് പറയും അവിടെ ആരും ഇല്ലല്ലോ, ഇവിടെ റൂമിലേക്ക് വിളിക്കാം, അവിടെ ചെല്ലാണ്ട് ഉണ്ണിയുള്ളതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു വിളിക്കണ്ട, അവൻ ഉറങ്ങാനിരിക്കുന്നു പറഞ്ഞു. അത് ഇങ്ങോട്ട് വിളിപ്പിച്ചാ മതിയായിരുന്നു. ഞാൻ അങ്ങോട്ട് ഒന്നേനില്ലാണ്ട് അപ്പച്ചന്റെ വിവരം അറിയാൻ വേണ്ടി വിട്ടതാ. അപ്പോഴാണ് ഡോക്ടറോട് ചോദിച്ചു. എനിക്ക് അപ്പോഴും വേദന തുടങ്ങിയ. എനിക്ക് 11 മണിയായപ്പോ വേദന തുടങ്ങി. 11 മണിയല്ല, ഒരു 9 മണി 9:30 പക്ഷെ ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞ. ഡോക്ടർ പറഞ്ഞു വന്നിട്ടാണ് ആള് ഇത് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നോക്കാന്ന്. അപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് വേണമെന്ന് പെട്ടെന്ന് കയറ്റി. ഡോക്ടർ തന്നെ മുന്നേ ഞാൻ പ്രസവിച്ചു. അല്ല, അതിന് മുന്നേ ഡോക്ടർ PV ചെയ്തു. അപ്പൊ ഉണ്ണി തിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആള് തന്നെ അത്ഭുതപ്പെട്ടു. ആള് പോയി പറയണ്ടേ പാല് കൊടുക്കും. അപ്പൊ വിളിക്കണ്ട് കേട്ടിട്ട് നോക്കണ്ട. കളിക്കണ്ടാണ് അവൻ കളിക്കുന്നത്. അവൻ കളിക്കണ്ടാണ് അപ്പാപ്പന്റെ അടുത്ത്. നിങ്ങളെപ്പോഴാ വന്നപ്പോ? നിങ്ങളെപ്പോഴാ കന്യാസ്ത്രീ സിസ്റ്റം വന്നില്ലേ രാത്രി? ആരും വന്നില്ല. കാരണം എനിക്ക് വേദന ഉണ്ടായില്ല. അപ്പൊ അവരാരും വന്നില്ല. പിന്നെ ബ്രീച്ച് പൊസിഷനിലല്ല കൊച്ചു കിടക്കണേ. എന്തായാലും സിസേറിയൻ അവര് പറഞ്ഞോണ്ടിരുന്ന എന്നോട്. രാവിലെ ഇപ്പൊ കൊച്ചു തിരിഞ്ഞു. ഇല്ല, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞ. അല്ല, ഡോക്ടർ വന്നില്ല ഇന്നലെ ഒന്നും. ഇന്ന് രാവിലെ ഡോക്ടർ വന്നേ. അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോ ആള് പറഞ്ഞു ഹെഡ് ഡൗൺ ആയിണ്ടെന്ന് പറഞ്ഞു. സെഫാലിക് പൊസിഷനിലായിണ്ടെന്ന് പറഞ്ഞു. എന്നാലും ആൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആള് പോയിട്ട് പിന്നെ എനിക്ക് വേദന തുടങ്ങി. പിന്നെ ആള് വന്നതിന് മുന്നേ ഞാൻ പ്രസവിച്ചു. ആള് തന്നെ പറഞ്ഞത് പെട്ടെന്നായിരുന്നു. ആള് പോയപ്പോ ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് 7 സെന്റിമീറ്റർ ആയിന്ന് പറഞ്ഞു. പെട്ടെന്നൊരു വേദന വന്നു പെട്ടെന്ന്. പക്ഷെ പ്ലാസന്റെ കിട്ടാൻ കുറെ ടൈം എടുത്തു. അത് കുറെ വേദന എടുത്തു. ഇന്നലെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞതല്ലേ. അതുകൊണ്ടാണ് അവര് നോക്കാണ്ടിരുന്നേ. സിസേറിയനുള്ള പ്രിപ്പറേഷനൊക്കെ അവർ ചെയ്തു. പിന്നെ പൈസ പൈസ ഇല്ലില്ല, ഫ്ലൂയിഡ് ലീക്കിംഗ് ആയ വിടില്ല. ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ശരിക്കും ശരിക്കും ജൂൺ 10 ഡേറ്റ്. ഒരു മാസം മുന്നേ ഡെലിവറി കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു എല്ലാവരും. എൻ്റെ ദൈവമേ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവിടുത്തെ ലേബർ റൂമിലെ ചേച്ചിമാരോട് പറയാ, ഇന്നലെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നീ ഇവിടെ നടന്നുകൊണ്ടിരുന്നതല്ലേ, ഈ സമയത്ത് നിന്റെ കയ്യിൽ ഇപ്പോൾ കൊച്ചായാലും. ഞാൻ സത്യാണ്, ഇന്നലെ സ്കാനിങ്ങിന് വേണ്ടി നടന്നുകൊണ്ടിരുന്ന ഈ സമയത്ത് കൊച്ചായി, കയ്യിൽ കൊച്ചി. ഇവിടെ കണ്ട റൂമിൽ ഇതാണ് കളി, ബോള് കളി. അമ്മാമ്മ മോനും കൂടി ഇതേ ഉണ്ണിയുടെ മെത്തിക്കിടരുതട്ടാ. അഗു 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 അടി അടി ദേഷ്യം.
ഇനിയിപ്പോ കുറച്ച് ചായയും ബ്രെഡൊക്കെ തിന്നാം അല്ലേ? ഇനി എന്തെങ്കിലുമൊക്കെ തിന്നാലേ ഉണ്ണിക്ക് പാലുണ്ടാവുള്ളൂ. അതെ, അമ്മയുടെ അടുത്തേക്ക് ഓടി ഓടി വരണ്ട. രാത്രിയിൽ അവൻ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവനെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്മ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അമ്മയുടെ അടുത്തേക്ക് ഓടി ഓടി വരും. അമ്മാമ്മ താന അമ്മാമ്മ ബാത്റൂമിൽ ചുറ്റും വീണ് ശുശും വീണ് കൈ നന്നായി പൊക്കി കെട്ടിക്കോട്ടെ. മുന്നേ നമുക്ക് കെട്ടിത്തരാനുള്ള കെട്ടാൻ സമയമില്ല. സമയമില്ല. ഇതാ സാധനം കൊണ്ട് കിട്ടമിച്ചി, ആ ബുഷ് കൊണ്ട് കിട്ട്. അത് മുറുക്കിയിട്ട് അങ്ങനെ കിട്ട്. കളിച്ചിരുന്നാ മതിയില്ല കുഞ്ഞ്. എത്ര മണിയുടെ കളിക്കും? എത്ര മണിയുടെ കളിക്കും? അച്ഛനെ കണ്ടിട്ട് നീ വർത്താനം പറഞ്ഞ? കുഞ്ഞാൻറ്റി വന്നിണ്ടായോ? കുഞ്ഞാൻറ്റി കിച്ചുന്റെ എത്ര മാർക്ക് പോയാവോ? ഫുള്ളാണോ? ഫുള്ളാ? ആ, അവൾക്ക് അതായിരുന്നു ടെൻഷൻ. ആദം ബേബിക്ക് കാണണം ചെയ്യണത്. ഉണ്ണീനെ എന്നിട്ട് ചെയ്യണേന്ന് ചേട്ടൻ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. കളിയൊക്കെ കഴിഞ്ഞു, കുറച്ച് ഫ്രഷ് ആയിട്ടുണ്ട്, എന്നാലും അങ്ങോട്ട് സുഖമായിട്ടില്ല. അങ്ങോട്ട് സുഖമായിട്ട് വന്നെങ്കിൽ നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് പോകണം. ക്ഷീണം അങ്ങോട്ട് വിട്ട് മാറണില്ലെന്നേ. നമുക്ക് ഓപ്പറേഷനൊന്നല്ലായിരുന്നു വന്നെങ്കിലും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം അങ്ങോട്ട് വേദന അങ്ങോട്ട് മാറുന്നില്ല. വേദനയും ഇടയ്ക്ക് എനിക്കുമ്പോൾ വേദനയുണ്ട്, പിന്നെ ക്ഷീണം. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. എന്താവും എന്നുള്ള ടെൻഷനും കാര്യങ്ങളായതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് ക്ഷീണമുണ്ട്. ഇപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ആദ്യം ബേബി ഇതേ പുറത്തേക്ക് അമ്മാമ്മയുടെ കൂടെ ഉണ്ണിക്കുള്ള സാധനങ്ങൾ വലിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അവനിങ്ങനെ ആശുപത്രി ഫുള്ള് നടക്കാമല്ലോ അമ്മച്ചി. ആശുപത്രിയിൽ ഫുള്ള് ഓടി നടക്കുക, അതാണ് അവൻ്റെ പരിപാടി. ഒരു നേരം റൂമിലിരിക്കണില്ല. ചേട്ടൻ പോയി ഉണ്ണിക്കുള്ള ബെഡ് ഷീറ്റൊക്കെ പോയി വാങ്ങി ഇതേ നിൽക്കണ്. ചേട്ടൻ തിരക്ക. ആദം ബേബി, നിന്റെ ആൻറ്റി എന്ന് എന്നോട് പുറത്തിറങ്ങിയിട്ട് ഇന്ന് പറയാ, നിനക്ക് വേദനയൊന്നും ഇല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? നിനക്കൊരു കുഴപ്പമില്ലല്ലോ, സിമ്പിളാണല്ലോ ഒന്ന്. എന്റെ കാര്യം എനിക്ക് ഓർക്കാൻ വയ്യ. ആന്റിക്ക് ഓർക്കാൻ വയ്യുന്നത്. ഇവിടെ എന്തൊരു കൂളായിട്ടാ വന്നേക്കണേന്ന് എന്നോട്. ആ കിളിക്കണ്ട പൊട്ടിക്കില്ല പൊന്ന. അതാർക്ക വാങ്ങിച്ചോണ്ട ആന്റി? ഉണ്ണിക്ക് വാങ്ങിച്ചോണ്ടാണോ? ഉണ്ണിയുടെ ഉടുപ്പുകള് ഉണ്ണിയുടെ കരിവളൊക്കെ ആകണേ. ആന്റിയുടെ പൊക്കോ. ആ ആന്റിയോട് പറഞ്ഞിട്ടോ എന്തായാലും എടുത്താലും. ആ ഇഷ്ടായില്ല. ബൈ ബൈ ഒന്നുമില്ല. ബൈ ബൈ പറഞ്ഞോ എല്ലാവർക്കും? ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂന്ന് പറയും. ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ, സി യു. ലൈക്ക്